നിശബ്ദമായിരുന്ന ഇന്ത്യയെ ആക്രമിക്കാൻ നീക്കങ്ങൾ വീണ്ടും തുടർന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെയാണ് രാജ്യം നീങ്ങുന്നത്. പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളെയും തടയിടുകയാണ് സുരക്ഷാ സേന. പാകിസ്ഥാനിൽ നിന്നും ഡ്രോൺ വഴി ഇറക്കിയ 6.5 കിലോയിലധികം ഹെറോയിൻ ജമ്മുവിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ പിടികൂടിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര അതിർത്തിയിൽ ശനിയാഴ്ച അതിർത്തി കടന്നുള്ള ഒരു പ്രധാന മയക്കുമരുന്ന് കള്ളക്കടത്തു ശ്രമം പരാജയപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആർഎസ്പുര സെക്ടറിൽ 40 കോടിയിലധികം വിലമതിക്കുന്ന 6.5 കിലോയിലധികം ഹെറോയിനാണ് പിടികൂടിയത്. അതിർത്തിക്കപ്പുറത്ത് നിന്നും ഡ്രോൺ വസ്തുക്കൾ എറിഞ്ഞതിനെ കുറിച്ചുള്ള വിവരത്തെ തുടർന്ന് ബാസ്പൂർ പ്രദേശത്തെ നയി ബസ്തി കരോട്ടാന ഗ്രാമത്തിൽ നിന്നും അതിർത്തി സുരക്ഷാ സേനയുടെ 165ാമത് ബറ്റാലിയനും പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് കള്ളക്കടത്ത് കണ്ടെടുത്തതെന്ന് അവർ വ്യക്തമാക്കി. ഫെബ്രുവരി 13, 14 തീയതികളിൽ രാത്രിയിൽ സംശയാസ്പദമായ ഡ്രോൺ നീക്കത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചതായി ഒരു വക്താവ് പറഞ്ഞു. തിരച്ചിലിനിടെ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്തുള്ള വയലുകളിൽ നിന്നും 6.582 കിലോഗ്രാം ഹെറോയിൻ അടങ്ങിയ 2 മഞ്ഞ നിറത്തിലുള്ള പാക്കറ്റുകൾ കണ്ടെത്തി. തുടർന്ന് പിടിച്ചെടുത്തു. മയക്കുമരുന്ന് കടത്ത് വിരുദ്ധ മുന്നണിയിലെ സുപ്രധാന നേട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന്, സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ നിയമത്തിലെ പ്രസക്തമായ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിടിച്ചെടുത്ത കള്ളക്കടത്തിന്റെ കൃത്യമായ ഉറവിടവും ലക്ഷ്യസ്ഥാനവും കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൗരന്മാരോട്, പ്രത്യേകിച്ചും അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം താമസിക്കുന്നവരോട് അവരുടെ പ്രദേശങ്ങളിലെ നിയമവിരുദ്ധ മയക്കുമരുന്ന് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും വിവരങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോലീസ് അഭ്യർത്ഥിച്ചു. തുടർച്ചയായ പൊതുജന സഹകരണത്തോടെ മയക്കുമരുന്ന് രഹിതവും കുറ്റകൃത്യരഹിതവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും വക്താവ് പറഞ്ഞു. കത്വ ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ നിന്നും ഹെറോയിൻ കടത്തിയതിന് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ കണ്ടെത്തൽ. നാഗ്രിക് സമീപം ഡ്രോൺ ഉപേക്ഷിച്ചതും 150 ഗ്രാം ഹെറോയിൻ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പഞ്ചാബിലെ പഠാൻകോട്ട് നിവാസിയായ ജതിൻ, കത്വയിലെ ജഗ്ബാറിലെ ഡാനിഷ് ദോഗ്ര എന്ന സാജൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോളുകൾ വഴിയാണ് ഇരുവരും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു കള്ളക്കടത്തുകാരനുമായി ബന്ധപ്പെട്ടിരുന്നത്. അതേസമയം കത്വയിൽ ഒരു ദിവസം മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമാനമായ ഒരു കേസിന് പിന്നാലെയാണ് പിടികൂടിയത്. പാകിസ്ഥാനി ഡ്രോൺ ഡ്രോപ്പ് വഴി എത്തിച്ചതെന്ന് കരുതുന്ന ഹെറോയിൻ കൈവശം വെച്ച 2 വ്യക്തികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്റർനെറ്റ് കോളുകൾ വഴി അതിർത്തിക്കപ്പുറത്തുള്ള ഹാൻഡ്ലർമാരുമായി പ്രതികൾ ബന്ധപ്പെട്ടിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർച്ചയായുള്ള കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ പ്രദേശത്തേക്ക് മയക്കുമരുന്ന് കടത്തുന്ന അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് ശൃംഖല തുടരുകയാണെന്നാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുന്ന മൊഡ്യൂളിനെയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും പ്രാദേശിക സഹകാരികളെയും തിരിച്ചറിയാൻ അന്വേഷണം പുരോഗമിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടർന്നാൽ വൻ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.